ഹായ് ഹലോ അസ്സാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രാവിലെ മുതലേ നല്ല മഴയാണ് കേട്ടോ. എഴുന്നേറ്റ് വന്ന സമയം മുതൽക്ക് നല്ല മഴ തുടങ്ങിയേക്കണേ. അപ്പോൾ എന്നാൽ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് നല്ല ചൂട് മസാല ദോശ റെഡിയാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മക്കൾസ് കുറച്ച് ദിവസമായിട്ട് പറയുകയും ചെയ്യണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം നമുക്കതിന് വേണ്ട മസാല റെഡിയാക്കാം. ഒരു 3 കിഴങ്ങ്, 2 ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞ് കുക്കറിലേക്കിട്ട് സ്വല്പം ഉപ്പും വെള്ളം ഒഴിച്ച് നല്ലതുപോലെ വേവിക്കാം. അപ്പോഴേക്കും ഒരു സവാള 3 പച്ചമുളകും അരിഞ്ഞ് മാറ്റി വയ്ക്കാം. ഒരു പാൻ വെച്ച് അതിലേക്ക് സ്വല്പം വെളിച്ചെണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി വരുമ്പോൾ കടുക് പൊട്ടിക്കാം. ആദ്യം അരിഞ്ഞ് വച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും എണ്ണയിലേക്കിട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. ഉള്ളിയും പച്ചമുളകും വഴണ്ടി വരുമ്പോൾ സ്വല്പം മഞ്ഞൾപ്പൊടി, സ്വല്പം ഗരം മസാല, ഇത് രണ്ടും പച്ചമണം മാറുന്ന വരെ നല്ലതുപോലെ വീണ്ടും വഴറ്റിയെടുക്കാം. ശേഷം ആദ്യം വേവിച്ച് വച്ചിട്ടുള്ള കിഴങ്ങ്, ക്യാരറ്റ് ഇതിലേട്ട് ഒഴിച്ച് ഇളക്കി യോജിപ്പിക്കുക. നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ തവി വെച്ചിട്ടോ പൊട്ടറ്റോ സ്മാഷർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടോ നല്ലതുപോലെ ഒന്ന് ഉടച്ച് യോജിപ്പിച്ച് കൊടുക്കുക. അതിൽ വെള്ളം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്കൊന്ന് വറ്റിച്ചെടുക്കാം. ദോശയ്ക്ക് ആവശ്യമായിട്ടുള്ള മസാല റെഡിയായി. ഇനി നമുക്ക് ചമ്മന്തിയും കൂടെ റെഡിയാക്കാം. അപ്പോൾ ചമ്മന്തിക്ക് ആദ്യം മിക്സിയുടെ ജാറിലിട്ട് 2 കപ്പ് തേങ്ങ, സ്വല്പം പൊട്ടുകടല, ഒരു 2 പച്ചമുളക്, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും മാത്രം ഇട്ടിട്ടാട്ടോ ഞാൻ ചമ്മന്തി അരയ്ക്കാറുള്ളൂ. ഇഞ്ചി അങ്ങനെയൊന്നും ചേർക്കാറില്ല. അതൊക്കെ ചേർത്ത് അരയ്ക്കാൻ ഇഷ്ടമുള്ളവർക്ക് അതെല്ലാം ചേർക്കാം. ഇത് നല്ലതുപോലെ അരച്ചിട്ട് അതിലേട്ട് ചെറിയ ഉള്ളി, കടുക്, ഉണക്കമുളക്, കറിവേപ്പില ഇത്രയും നന്നായിട്ടൊന്ന് താളിച്ചൊഴിക്കാം. ചമ്മന്തി റെഡിയായി. ഇനി നമുക്കൊരു പരിപ്പ് സാമ്പാർ ഉണ്ടാക്കാം. ഈ സാമ്പാറിലെ കഷ്ണങ്ങളൊക്കെ തിരിഞ്ഞ് മാറ്റി വയ്ക്കുന്ന മക്കൾസായിരിക്കുമല്ലോ. അപ്പോൾ അവർക്കൊക്കെ ഇങ്ങനെ സാമ്പാർ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കഴിക്കും കേട്ടോ. എൻ്റെ മക്കൾസ് ഇങ്ങനെ സാമ്പാർ ഉണ്ടാക്കിയ പിന്നീട് നല്ല ഇഷ്ടമാണ്. എല്ലാത്തിനും ഇത് ചോറിനും നല്ലതാട്ടോ. ദോശയ്ക്ക് മാത്രമല്ല, ചോറിനും നമുക്ക് നല്ല ഒരു കറിയായിട്ട് ഉപയോഗിക്കാം. ആദ്യം കുറച്ച് പരിപ്പ് കഴുകി വൃത്തിയാക്കിയതിലേക്ക് ഒരു സവാള കട്ട് ചെയ്തത്, ഒരു തക്കാളി കട്ട് ചെയ്തത്, സ്വല്പം മഞ്ഞൾപ്പൊടി, സ്വല്പം മുളക് പൊടി, പാകത്തിന് വെള്ളം, ആവശ്യത്തിനുള്ള ഉപ്പ് ഇത്രയും ചേർത്ത് നമുക്ക് ആദ്യം വേവിച്ചെടുക്കാം. ഒരു പാൻ വെച്ച് അതിലേട്ട് സ്വല്പം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും കടുകും ഉലുവയും ഒന്ന് പൊട്ടിച്ചെടുക്കാം. കുറച്ച് ചെറിയ ഉള്ളിയും ഒന്ന് മൂപ്പിച്ചെടുക്കണം. അത് മൂത്ത് വരുമ്പോഴേക്കും കുറച്ച് കറിവേപ്പില, ഒരു 3-4 ടീസ്പൂൺ സാമ്പാർ പൊടി, ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടി, ഇത് രണ്ടും കൂടെ നല്ലതുപോലെ എണ്ണയിൽ കിടന്ന് മൂക്കണം. അപ്പോൾ ഫ്ലെയിം കുറച്ച് വയ്ക്കാൻ മറക്കരുത് കേട്ടോ, ഇല്ലെങ്കിൽ സാമ്പാർ പൊടി പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇത് മൂത്ത് വരുമ്പോഴേക്കും ആദ്യം വേവിച്ച് വെച്ചിട്ടുള്ള പരിപ്പ് കൂട്ട് നമുക്കിതിലേട്ട് ഇട്ട് കൊടുക്കാം. ഇതിൽ പുളിയൊന്നും പിഴിഞ്ഞ് ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ, അല്ലാതെ തന്നെ നല്ല ടേസ്റ്റാണ്. ഞാൻ പുളിയൊന്നും ഒഴിക്കാറില്ല. ഇതൊന്ന് ഈ പരിപ്പ് കൂട്ട് ഒഴിച്ചതിന് ശേഷം ഒന്നങ്ങ് തിളച്ച് വന്നു കഴിയുമ്പോൾ ഒത്തിരി കുറുകി പോയിട്ടുണ്ടെങ്കിൽ മാത്രം സ്വല്പം ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇല്ലെങ്കിൽ നമുക്കത് വാങ്ങി മാറ്റി വയ്ക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സാമ്പാർ കേട്ടോ. ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കണേ. അപ്പോൾ ദോശയ്ക്കുള്ള മസാല, ചമ്മന്തി, സാമ്പാർ ഇത് 3 റെഡി ആയിട്ടോ. ഇനി നമുക്ക് മസാല ദോശ ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ റേഷൻ പച്ചരിയില്ലേ, നമുക്ക് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന പച്ചരിയില്ലേ, അതുകൊണ്ടാണ് കേട്ടോ എപ്പോഴും തന്നെ ഇഡ്ഡലിക്കും ദോശയ്ക്കൊക്കെ അരച്ച് വയ്ക്കാറ്. നന്നായിട്ട് പൊങ്ങി കിട്ടാറുണ്ട്. നമുക്കൊരു ഞാൻ വലിയ പത്തിരിയൊക്കെ ചൂടാനെടുക്കണ പാനാട്ടോ യൂസ് ചെയ്യണേ. അപ്പോൾ അതിലേട്ട് നമുക്ക് മാവ് ഒഴിച്ച് നല്ല മസാല ദോശയുടെ വലിപ്പത്തിന് നന്നായിട്ടങ്ങ് ചുറ്റിച്ച് കൊടുക്കാം. അപ്പോൾ ഒത്തിരി നല്ല ചൂടാവാതെ നോക്കണം കേട്ടോ. ഒരു പാകത്തിന് മീഡിയം ചൂടിൽ വേണം ചട്ടി ഇരിക്കാൻ. എങ്കിലാണ് നമ്മളിങ്ങനെ ദോശയ്ക്ക് ചുറ്റിക്കുമ്പോൾ ഇങ്ങനെ ഒട്ടിപ്പിടിക്കാതെയും പൊട്ടിപ്പോവാതെയും നല്ല കറക്റ്റായിട്ട് കിട്ടുള്ളൂ. എല്ലായിടത്തും നന്നായിട്ട് നെയ്യ് തൂവി കൊടുക്കാം. അപ്പോൾ നെയ്യ് തൂവുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടും നല്ല രുചിയായിട്ടും കിട്ടും. ഇപ്പോൾ ഇങ്ങനെ നമുക്ക് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്നേ. ഹോട്ടലിലൊന്നും പോകണമെന്നില്ല മസാല ദോശ കഴിക്കാൻ. നമുക്ക് അതേ ടേസ്റ്റിൽ തന്നെ
അല്ലെങ്കിൽ അതിലും ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ദെൻ ദോശ നന്നായിട്ട് മുരിഞ്ഞ് പാനിൽ നിന്നൊക്കെ വിട്ട് വന്ന് കഴിയുമ്പോൾ കുറച്ച് മസാലയും കൂടെ വെച്ച് നമുക്ക് മടക്കി സെർവ് ചെയ്യാം, പ്ലേറ്റിലോട്ട് മാറ്റാം കേട്ടോ. ഇവിടെ മക്കൾസിന് ഭയങ്കര ഇഷ്ടമാണ്, ഇഡ്ഡലിയും ഉണ്ടാക്കാറുണ്ട്. ഇനി മക്കൾസ് മസാല ദോശയ്ക്ക് ആഗ്രഹം പറയുമ്പോൾ അല്ലെങ്കിൽ വേണ്ട നമുക്ക് കഴിക്കണമെന്ന് തോന്നുമ്പോഴൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമേ. അപ്പോൾ ഇന്ന് ഇഷ്ടമുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആയതുകൊണ്ട് നമ്മൾ നിർബന്ധിക്കുകയൊന്നും വേണ്ട കേട്ടോ. എല്ലാവരും ചായയൊക്കെ കുടിച്ചു. ഇന്നിപ്പോൾ മദ്രസയിൽ പോകേണ്ട ദിവസമാണ്. അപ്പോൾ മോളാദ്യം റെഡിയായി, അത് കഴിഞ്ഞപ്പോൾ പിന്നെ മോനെയും റെഡിയാക്കി. രണ്ടുപേരും ഇക്ക പോണേൻ്റെ കൂടെയാട്ടോ പോണേ. അപ്പോൾ ഇക്ക അവരെ മദ്രസയിലാക്കിയിട്ട് പൊക്കോളും. അപ്പോൾ അവർ മദ്രസയിലും പോയി, ഇക്ക ഷോപ്പിലേക്കും പോയി. അങ്ങനെ ഇന്നത്തെ ഞങ്ങളുടെ ഒരു ചെറിയ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റൊക്കെയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.